അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ സിയാറ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങള് സിയാറത്തിനു വേണ്ടി എത്തിയിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലെ ആദിക്കാട്ടുകുളങ്ങര മേട്ടുംപുറം മക്കാമിലേക്കാണ്. ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ ചരിത്രവും മക്കാം സിയാറത്തുമൊക്കെ നമുക്ക് കാണാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. ചരിത്രഗ്രന്ഥങ്ങളുടെ ഉള്ളറകൾ തേടി ഒരു യാത്ര. അൽ സിയാറ, ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര. ആദിക്കാട്ടുകുളങ്ങര തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജമാഅത്താണ്. ഇവിടെ അല്പം ഉള്ളിലേക്കായി ഒരു കുന്നിൻ മുകളിലാണ് മേട്ടുംപുറം മക്കാം സ്ഥിതി ചെയ്യുന്നത്. ഇടനമരത്തണലിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട സൂഫി വര്യൻ അസയ്യിദ് മിഹ്റാനുൽ ഖാദിരി മേട്ടുംപുറം ഉപ്പാപ്പ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. നിത്യേന നൂറുകണക്കിന് വിശ്വാസികളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ അജ്മീർ എന്ന് അറിയപ്പെടുന്ന ഈ ദർഗ ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളുടെ സംഗമസ്ഥാനത്ത് സമുദ്രനിരപ്പിൽ നിന്നും 333 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജാതി മതഭേദമന്യേ ആയിരക്കണക്കിന് ആളുകൾക്ക് മേട്ടുംപുറം മക്കാം സിയാറത്ത് ചെയ്ത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഉദ്ദിഷ്ട കാര്യസാഫല്യം നേടിയിട്ടുണ്ട്. മേട്ടുംപുറം മലയുടെ ഉത്തുംഗ ശ്രേണിയിൽ ഏവരെയും അത്ഭുതപ്പെടുത്തും വിധം മഹാനവറുകളുടെ ഖബറു ഷരീഫിന് തണലേകി പടർന്ന് പന്തലിച്ചു നിൽക്കുകയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഇടനമരം. ഈ മരത്തിന്റെ ഇലകൾ വിശ്വാസികൾ നേർച്ചയായി സ്വീകരിച്ച് രോഗശാന്തി ഉൾപ്പെടെയുള്ള ഉദ്ദേശിച്ച കാര്യങ്ങൾ നിറവേറിക്കിട്ടുന്നു. ദിവസവും നൂറുകണക്കിന് ആളുകൾ വന്ന് അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും മഹാനായ അശേഖ് മിഹ്റാനുൽ ഖാദിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ മുമ്പിൽ നിന്ന് അള്ളാഹുവിനോട് അവതരിപ്പിച്ച് ദുആ ചെയ്യുമ്പോൾ ധാരാളം ആളുകളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മക്കളില്ലാത്ത ധാരാളം ആളുകൾ, വിവാഹം നടക്കാത്ത ആളുകൾ, സാമ്പത്തികമായി ബുദ്ധിമുട്ടി നിൽക്കുന്ന ആളുകൾ, കുടുംബ പ്രശ്നവുമായി വളരെ അധികം പ്രയാസം അനുഭവിക്കുന്നവർ, പൈശാചികമായ ഉപദ്രവം കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രയാസപ്പെട്ടുകൊണ്ട് കഴിയുന്നവരൊക്കെ ഒരു ആശാ കേന്ദ്രമായി, സമാധാന സ്ഥലമായി വന്നുപോകുന്ന സ്ഥലമാണ് മേട്ടുംപുറം മക്കാം. എല്ലാ വർഷവും ഇവിടുത്തെ ഉറൂസ് വളരെ വിപുലമായി പരിശുദ്ധ ദീനിന്റെ ചിട്ടവട്ടങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ബുറുദ മജ്ലിസും ഖുതുബിയ്യത്തും മൗലിദും പ്രഭാഷണങ്ങളും ദുആ മജ്ലിസുമൊക്കെയായി നടക്കാറുണ്ട്. മക്കളില്ലാത്തവർ ഇവിടുത്തെ ഈ അത്ഭുത മരത്തിന്റെ ഇല വെള്ളത്തിലിട്ട് തിളപ്പിച്ചു കുടിക്കുകയും എല്ലാ ഞായറാഴ്ചയും ഇശാ നമസ്കാരത്തിന് ശേഷം ഇവിടെ നടക്കുന്ന ഖുതുബിയ്യത്ത് മജ്ലിസിൽ പങ്കെടുക്കുകയും ഒരു ദിവസത്തെ ഭക്ഷണം നേർച്ച കൊടുക്കുകയും ചെയ്ത ധാരാളം ദമ്പതിമാർക്ക് മക്കളുണ്ടായ അനുഭവങ്ങൾ എത്രയോ ഉണ്ട്. എല്ലാ വ്യാഴാഴ്ചയും ഇശാ നമസ്കാരത്തിന് ശേഷം നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സ്വലാത്തു മജ്ലിസും ഇവിടെ നടന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മഹാനവറുകളുടെ പേരിലായി ഹിഫ്ളുൽ ഖുർആൻ കോളേജും ഇന്ന് നടന്നു വരുന്നു. ഈ മക്കാമിന്റെ പുറകിലായി മഹാനവറുകൾ വന്നിരുന്ന സ്ഥലമുണ്ട്. അന്ന് ആ അവസരത്തിൽ ഈ മലമുകളിൽ ഒരു പാറയിൽ നിന്ന് വെള്ളം ലഭിക്കുക എന്ന് പറയുന്നത് വലിയ അത്ഭുതമായിരുന്നു. ആ പാറയിൽ നിന്ന് ലഭിക്കുന്ന അത്ഭുത വെള്ളത്തിൽ നിന്ന് മഹാനവറുകൾ കുടിക്കുകയും വുളു എടുക്കുകയുമൊക്കെ ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. രാത്രി കാലങ്ങളിലൊക്കെ വലിയ പണ്ഡിതന്മാർ ഈ മലമുകളിലെ ഈ മക്കാം സിയാറത്തിനു വേണ്ടി എത്താറുണ്ട്. ഏത് സമയവും ഇവിടെ സിയാറത്തിന് സൗകര്യവും ഉണ്ട്. വാഹനം കൊണ്ട് മക്കാമിലേക്ക് വരാൻ ഇപ്പോൾ സൗകര്യമുണ്ടെങ്കിലും കഴിയുന്നവർ വാഹനം താഴെ വെച്ച് നടന്നു വരലാണ് ഉത്തമമെന്നാണ് ഇവിടുത്തെ ഉസ്താദുമാർ പറയുന്നത്. ഖുതുബിയ്യത്ത് മജ്ലിസിലേക്ക് സാധാരണ പാൽ പായസമാണ് ആളുകൾ നേർച്ച ചെയ്ത് കൊണ്ടുവരാറുള്ളത്. ഒരുപാട് അത്ഭുത ഫലസിദ്ധി ലഭിക്കുന്ന മേട്ടുംപുറം ഉപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഈ മക്കാം, അല്ലാഹുവേ ഇവിടെ വരാനും സിയാറത്ത് ചെയ്യാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ, ഇവിടുത്തെ മദദ് നൽകണേ അല്ലാ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇലാ ഹളറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم
صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനും റഹീമുമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലാഹ്, ഞങ്ങൾ ഓതിയ ഖുർആനു ശരീഫിനെ ഖബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇതിൻ്റെ സവാബിനെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. മറ്റു അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ അവരുടെ എല്ലാം ഹളറാത്തുകളിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഇവിടെ മറവട്ട് കിടക്കുന്ന ഈ മഹാന്റെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഇവിടുത്തെ ദറജകളെ ഉയർത്തണേ അല്ലാഹ്, ഇവിടുത്തെ ദറജകളെ ഉയർത്തണേ അല്ലാഹ്. ഇവിടുത്തെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, സഹായം നൽകണേ അല്ലാഹ്. അല്ലാഹു ഇവിടുത്തെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടും ഞങ്ങളുടെ സിയാറത്തിൻ്റെ ബർക്കത്ത് കൊണ്ടും സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്, മാപ്പ് നൽകണേ അല്ലാഹ്, മാപ്പ് നൽകണേ അല്ലാഹ്. സദുക്കളായ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് മർഹമത്ത് നൽകണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളുടെ ഈ സിയാറത്തും യാത്രയും ഞങ്ങൾ ഓതിയ ഖുർആനു ശരീഫുകളൊക്കെയും നീ ഖബൂലാക്കണേ അല്ലാഹ്. ഇതിൻ്റെ എല്ലാം ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിലുള്ള ഖൈറായ ഉദ്ദേശങ്ങളെ ഹസ്വിലാക്കി തരണം റഹ്മാനെ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ഖൈറായ ഉദ്ദേശങ്ങളെ നീ ഹസ്വിലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളോട് പലരും പല ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് അറിയിച്ചവരുണ്ട്, നേരിട്ട് പറഞ്ഞവരും. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റിലൂടെയും ഒക്കെ അറിയിച്ച ആളുകളുണ്ട്. അവരുടെയൊക്കെയും ഖൈറായ മുഴുവൻ ഉദ്ദേശങ്ങളും ഈ മഹാന്റെ ബർക്കത്ത് കൊണ്ട് ഹാസ്വിലാക്കി തരണേ അല്ലാഹ്, ഹാസ്വിലാക്കണേ അല്ലാഹ്. പടച്ചവനെ, മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് വർഷങ്ങളായി. അല്ലാഹുവെ, പല നീർച്ചകൾ നൽകി പല ചികിത്സകൾ നടത്തി ഇതുവരെയും മക്കളാകാതെ വിഷമിക്കുന്നവരുണ്ട്. ഈ മഹാന്റെ ബർക്കത്ത് കൊണ്ട് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്, സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, മഹാന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഗർഭിണിമാർക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. റാഹത്തായ നിലക്കുള്ള പ്രസവം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നൽകിയ മക്കളെയൊക്കെ സ്വാലിഹീങ്ങൾ, സ്വാലിഹത്തുകളാക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾ പരീക്ഷകൾ അല്ലാഹുവേ, അവരുടെ പഠനങ്ങളിലും പരീക്ഷകളിലുമൊക്കെ നീ വിജയിപ്പിക്കണം റഹ്മാനെ. ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഒക്കെ നീ എത്തിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെയോ ഞങ്ങളുടെ മക്കളെയോ കള്ളുകുടിയന്മാരാക്കല്ല അല്ലാഹ്, തെമ്മാടികളാക്കല്ല അല്ലാഹ്, വ്യഭിചാരികളാക്കല്ല അല്ലാഹ്, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവരാക്കല്ല അല്ലാഹ്. മക്കള് കാരണം കണ്ണീര് കുടിക്കേണ്ട അവസ്ഥ നൽകല്ല റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നിന്റെ ഇബാദുകളിൽ യഥാർത്ഥ അടിമകളിൽ ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, വീടില്ലാതെ പ്രയാസപ്പെടുന്നവർ ഖൈറായ ഭവനങ്ങൾ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, വാടക വീടുകളിൽ താമസിച്ച് വാടക കൊടുക്കാൻ പോലും കഴിയാതെ പ്രയാസപ്പെടുന്നവർ ഖൈറായ ഭവനങ്ങൾ നൽകണേ അല്ലാഹ്, ഖൈറായ വഴികളെ തുറക്കണേ അല്ലാഹ്. പടച്ചവനെ, വീട് പണി തുടങ്ങി വെച്ചവരുണ്ട്. അല്ലാഹു എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനും അതിനുശേഷം നല്ല റാഹത്തോടെ ആഫിയത്തോടെ ആ വീടുകളിൽ താമസിക്കാനും നീ സൗഭാഗ്യം നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാഹ്, ബറക്കത്തുള്ള ജോലി നൽകണേ അല്ലാഹ്. പടച്ചവനെ, കടങ്ങൾ വന്ന് പ്രയാസപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ, വലിയ കടബാധ്യതകളുള്ളവരുണ്ട്. ഈ മഹാന ബറക്കത്ത് കൊണ്ട് അതൊക്കെയും എത്രയും പെട്ടെന്ന് വീട്ടി തീർക്കാനുള്ള വഴികൾ നീ തുറക്കണം റഹ്മാനെ.
വലിയ കടബാധ്യതകൾ വരുന്ന പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെയും ബന്ധപ്പെട്ടവരെയും അല്ലാഹുവേ നീ കാക്കണേ അല്ലാ, നീ സലാമത്താക്കണം റഹ്മാനെ. അല്ലാഹുവേ വിവാഹപ്രായമെത്തി ഖൈറായ ഇണകളെ നീ അടുപ്പിക്കണം റഹ്മാനേ. ഖൈറായ അനുയോജ്യരായ അല്ലാഹുവേ ഇണകളെ നീ അടുപ്പിച്ചു കൊടുത്ത് സന്തോഷിപ്പിക്കണം റഹ്മാനെ. അല്ലാഹുവേ പ്രത്യേകിച്ച് ഞങ്ങളിൽ പലരും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിൽ പലരും പല രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ. അല്ലാഹുവേ പല വേദനകളെ കൊണ്ടും രോഗങ്ങളെ കൊണ്ടും പ്രയാസങ്ങളെ കൊണ്ടും കഷ്ടപ്പെടുന്നവരുണ്ട്. എല്ലാവരുടെ രോഗങ്ങൾക്കും നീ ശിഫ നൽകണേ അല്ലാ, ആജിലായ ശിഫ നൽകണേ അല്ലാ. പടച്ചവനെ മാരകമായ രോഗങ്ങൾക്ക് ഞങ്ങളെ അടിമകളാക്കല്ല അല്ലാ, മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. സാധുക്കളായ ഞങ്ങൾക്ക് സഹിക്കാനും ക്ഷമിക്കാനും കഴിയാത്ത വലിയ പരീക്ഷണങ്ങൾ തരല്ല അല്ലാ, തന്ന് പരീക്ഷിക്കല്ല അല്ലാ, നീ സലാമത്താക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. പടച്ചവനെ ഈ സിയാറത്ത് കൊണ്ടൊക്കെയും സാധുക്കളായ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഞങ്ങളുടെ ഖൽബ് നന്നാക്കണേ അല്ലാ, ജീവിതം നന്നാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ ആരോടും വെറുപ്പും വിദ്വേഷവും അസൂയയും കിബറും ഉള്ള ഖൽബാക്കല്ല അല്ലാ. പടച്ചവനെ തഖ്വയും ഈമാനും ഇഖ്ലാസും ഞങ്ങൾക്ക് ഏറ്റിത്തരണം റഹ്മാനെ. അല്ലാഹുവേ ജീവിക്കൽ ഖൈറാകുന്ന കാലം അത്രയും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ ഇവിടെയൊക്കെ വരാനും സിയാറത്ത് ചെയ്യാനും നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ അതിലുപരി ഹജ്ജും ഉംറയും മറ്റു സിയാറകൾക്കും നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ എല്ലാ ആഫാത്ത് മുസീബത്തുകൾ അപകടങ്ങൾ മാരക രോഗങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങൾ ഇവകളെ തൊട്ടൊക്കെയും ഈമാന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. അവസാനം മരിക്കൽ ഖൈറാകുന്ന സമയം കാമിലായ ഈമാനോടെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് സ്വർഗ്ഗം കണ്ട് പുഞ്ചിരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് നാളെ സ്വർഗ്ഗത്തിൽ ഹബീബായ തങ്ങളുടെ ജിവാറിൽ ഈ മഹാന്മാരോടൊപ്പം ഞങ്ങളെ ഒരുമിച്ചു കൂട്ടി നീ അനുഗ്രഹിക്കണേ റഹ്മാനേ. ഫീ ഖൈരിൻ വലുത്ഫിൻ വആഫിയ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.